നബിദിനം ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് തരാൻ കഴിയും. നിങ്ങൾ എന്നെ ചോദിച്ചത് ഒന്ന് പറഞ്ഞു തരീന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചു, വടി കൊടുത്ത് അടി വാങ്ങാൻ തന്നെ പറയാം. അപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചു, പക്ഷെ നിങ്ങൾ അവസരം തരുന്നില്ല. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇവിടെ പറഞ്ഞ അയ്യോമാക്കും ദീനക്കും. ഒരു മിനിറ്റ്, ഫൈസൽ മൗലവി മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ ആയത്തോ ഹദീസോ അല്ലെങ്കിൽ ആദ്യ 4 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥത്തിലുള്ള ഉദ്ധരണിയോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ 5 മുതൽ 10 വരെ മിനിറ്റ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ആയത്തുണ്ടെങ്കിൽ ആയത്തിൻ്റെ നമ്പർ പറഞ്ഞാൽ മതി, ആയത്ത് ഇവിടുന്ന് ഓതും. ഹദീസ് ഉണ്ടെങ്കിൽ ഏത് ഗ്രന്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് കണ്ടുപിടിക്കാം. നബിദിനം ഇസ്ലാമികമാണെന്നുള്ളതിന്റെ തെളിവ് ഞാനല്ല പറയേണ്ടത്. ഞാനല്ല പറയേണ്ടത്, ഞാൻ പൂർണ്ണമായിട്ട് പറയാം. നിങ്ങൾ അവസരം തരുമോ? അതല്ലേ അല്ല, പൂർണ്ണമായിട്ട് പറയാൻ നിങ്ങൾ അവസരം തരുമോ? ഒരു 15 മിനിറ്റ് തരുമോ? നിങ്ങൾ 10 മിനിറ്റിന്റെ ഉള്ളിൽ പറയുന്നത് അതല്ലേ? 15 ആയിക്കോട്ടെ, 15 മിനിറ്റ് നിങ്ങൾ തരുമോ? ബാക്കി 5 മിനിറ്റ് നമുക്ക് ആലോചിക്കാം. ആദ്യം 10 മിനിറ്റിന്റെ ഉള്ളിൽ പറയും. ആ ആയത്തൊന്ന് പറഞ്ഞാളേ, എന്നാ തീർന്നില്ലേ? ആയത്ത് പറഞ്ഞാലേ നിങ്ങൾ ഒരു ഇസ്ലാമികമാണ് തെളിയിക്കാൻ അത്രയും സമയത്തില്ല. സഹോദര ജുനൈദ്, 15 മിനിറ്റ് ഇത് തർക്കത്തിന് വേണ്ടിയല്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളേ. നിങ്ങൾക്ക് 10 മിനിറ്റ് തരാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ച അത്ര തരണില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലേ കുറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞോ, അതാ മൈക്കതാ, അവിടെ നിന്ന് പറഞ്ഞാൽ മതി. തെളിവ് പറഞ്ഞോളൂ. നിങ്ങള് 10 മിനിറ്റ് തരും, അതല്ലേ പറഞ്ഞ. തെളിവ് പറയും. അതിന്റെ അടുക്ക് നിങ്ങൾ ഇടപെടുവോ? തെളിവ് വെറുതെ അനാവശ്യ വർത്താനം പറയാൻ പറ്റൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജുനൈദേ, നിങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ തുടങ്ങുമ്പോഴും ഒക്കെ ഹംദും സലാത്തും ചൊല്ലി. ഇനി അത് ചൊല്ലിയിട്ട് വീണ്ടും സമയം കളയണ്ട. ഞാൻ പുതിയൊരു വിഷയാവതരണം തുടങ്ങല്ലേ? തെളിവ് പറയുന്നു. നിങ്ങൾ വിഷയാവതരണമല്ല, നിങ്ങൾക്ക് തെളിവ് പറയാനുള്ള അവസരമാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? വെറുതെ സമയം കളയില്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരായ മഹാന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമികമാണ് എന്നും അത് പുണ്യകരമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ അത് പുണ്യകരമല്ല എങ്കിൽ, അതായത് ഇസ്ലാമിന് അന്യമാണ് എങ്കിൽ അത് ഒരു പണ്ഡിതനും ഇവിടെ പഠിപ്പിക്കുകയില്ലായിരുന്നു. അതേ സമയത്ത് ഒരുപാട് പണ്ഡിതന്മാർ അത് ഇസ്ലാമികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില പണ്ഡിതന്മാർ അക്കാലഘട്ടത്തിൽ നടന്ന ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടും അതുപോലെയുള്ള ചില മോശപ്പെട്ട രീതിയിൽ നടന്ന ചില മൗലിദുകളെ ഇമാം ഫാക്കിയാനി അടക്കമുള്ള പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. അതുപോലെ മറ്റു ചില പണ്ഡിതന്മാരും അത്തരം മൗലിദുകളെ ഈ മൗലിദിന് തെളിവില്ല എന്ന നിലയ്ക്ക് അത്തരം മൗലിദുകളെ മാത്രം എതിർത്തിട്ടുണ്ട്. അതേ സമയത്ത് പല പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അതേ ദിവസത്തിൽ തന്നെ ആഘോഷിക്കലും അത് കൊണ്ടാടലും അന്ന് പ്രത്യേകം ശുക്ർ പ്രകടിപ്പിക്കലും അത് നന്മയുടെ പല രൂപങ്ങളെ കൊണ്ടും നല്ല കാര്യങ്ങളെ കൊണ്ട് ശുക്ർ പ്രകടിപ്പിക്കലും അന്ന് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും ഒക്കെ പഠിച്ച പണ്ഡിതന്മാർ ആ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ശ്കുറൂ നിഅമതല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ നിങ്ങൾ ശുക്ർ ചെയ്യണം. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യണം എന്നുള്ളതിന് ആർക്കും തർക്കമില്ല. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഅയ്യു നിഅമത്തിൻ അഅലമു മിൻ ബുറൂസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം മറ്റേതാണ്? പ്രിയമുള്ളവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പണ്ഡിതന്മാർ തന്നെ പറയുന്നു. ആ പണ്ഡിതന്മാർ പറയുകയാണ്, ആ ദിവസത്തിൽ തന്നെ നബി തങ്ങൾ ജനിച്ചതിന് പ്രത്യേകം നന്ദി ചെയ്യണം. അതെ, നിങ്ങൾക്ക് അംഗീകരിക്കുന്ന ശൗക്കാനി തന്നെ പറയാണ്, അസ്സലാത്തു ശുക്റുൻ വസ്സിയാമു ശുക്റുൻ വകുല്ലു ഫീലിൻ വകുല്ലു ഖൈറിൻ തഫഅലുഹു ശുക്റുൻ. ഏത് നല്ല കാര്യങ്ങളും ശുക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നിയമത്താണ്. ആ നിയമത്തിന് നിങ്ങൾ ഏത് രൂപത്തിൽ നന്ദി ചെയ്താലും അതെല്ലാം ശുക്രിന്റെ ഭാഗമാണ്. പണ്ഡിതന്മാരും എടുത്തു തന്നെ പ്രത്യേകവും പറഞ്ഞു. അല്ലാതെ മൊത്തത്തിലും ഈ മൗലവിമാർ ഇവിടെ ഉദ്ധരിച്ച അതേ ബിദ്അത്തല്ല അനിസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ അവർ കുറെ ആയത്തുകൾ ഒരുമിച്ച് കൂട്ടി പറഞ്ഞതുപോലെ പണ്ഡിതന്മാരും ഇസ്ലാമികമാണെന്ന് തെളിയിക്കാൻ ഒരുപാട് വിഷയങ്ങളിലൂടെ സമർപ്പിച്ചിട്ടുണ്ട്. ആരാണ് പണ്ഡിതന്മാർ? ഖുർആൻ പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും
ലാ തഅലമൂൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അതേ യഥാർത്ഥത്തിൽ അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കണം. എന്ത് ചോദിക്കണം? നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു 5 നൂറ്റാണ്ട് 6 നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 7 നൂറ്റാണ്ടിന്റെ മുമ്പുള്ള ആളുകൾക്ക് നമ്മളെക്കാൾ വിവരമുണ്ട് എന്നുള്ളതിൽ ഏതെങ്കിലും മുസ്ലിമിന് സംശയമുണ്ടോ? അതേ സമയത്ത് ഇന്ന് വരുന്ന ചില മൗലവിമാര് വന്നിട്ട് പറയാണ്, അതെ അവർക്കൊന്നും വിവരമില്ല, അവർ പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് പോകണ്ട എന്ന് പറഞ്ഞത്, പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, അങ്ങനെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ആരും പോയതില്ല. വലോ അതെ അതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിലും റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പോകുമെന്ന് ഇമാം ഷാഫി തങ്ങളടക്കം പറഞ്ഞു. അതുപോലെ പല വിഷയങ്ങളും മുൻഗാമികൾ പറഞ്ഞു. ആ പണ്ഡിതന്മാര് അവർ ദീനിന്റെ ആളുകളാണ്. ദീൻ അവരെ നോക്കി അവരിൽ നിന്നാണ് ദീൻ മനസ്സിലാകുന്നത്. എത്രത്തോളം എന്റെ മുജാഹിദിന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകാൻ ഒരു കാര്യം കൂടെ ഉറപ്പെടുത്തുകയാണ്, ഇതിന്റെ ഭാഗം തന്നെയാണ്. അതായത് ഒരു ഹദീസ് സഹീഹാണോ അല്ലേ എന്ന് പറയാൻ നമ്മളെല്ലാത്തിനും സഹിയായ ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഒരു ഹദീസ് സഹീഹാണെന്ന് പറയാൻ വേറൊരു ഹദീസിൽ ഉണ്ടാവൂല നേരത്തെ പറഞ്ഞ ഹദീസ് സഹീഹാണ് എന്ന്. അതേ സമയത്ത് ഹദീസ് സഹീഹാണെന്ന് പറയുന്നത് പിൽക്കാലഘട്ടത്തുള്ള ദഹബിയെ പോലെ ഇബ്നു കസീറിനെ പോലെ 8ാം നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് സത്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവർ ആ ഒരു റാവിയെ കുറിച്ച് അവർ എന്താണോ പറഞ്ഞത് അത് സത്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഇവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഹദീസിനെ സ്വീകരിക്കുന്നത് തന്നെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഹദീസ് സഹീഹാണ് എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് ഇമാമിങ്ങളെ വേണം. ആ ഇമാമിങ്ങൾ പറയാണ് അതേ നബിദിനം സുന്നത്താണ്. ഇപ്പൊ ശേഷൻ മൗലവി പറയും ഫാഖിയാനി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ ഫാഖിയാനി പാടില്ല എന്ന് പറഞ്ഞത് എത്ര മൗലിദാണെന്നറിയോ? അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ അവരുടെ ഇച്ഛക്ക് അനുസരിച്ച് കൊണ്ടുണ്ടാക്കിയ മൗലിദുകളാണ്. അതേ സമയത്ത് ഇതിന്റെ വിഷയത്തിൽ ഇനി എത്രത്തോളം ഇതിന്റെ വിഷയത്തിൽ സംവാദം നടത്താനുണ്ടെങ്കിൽ വരെ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എന്റെ പക്ഷത്തിൽ നിന്ന് ആരെങ്കിലും വരണമെങ്കിൽ അതിനും തയ്യാറാണ്. ഈ വിഷയം ഞങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പല രൂപത്തിലാണ് മൗലവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോ മറുപടിയിലും പുതിയൊരു ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലക്ക് മൗലവിമാരുടെ പ്രസംഗം മുന്നോട്ട് പോകുമ്പോ എനിക്കിവിടെ ചോദിക്കാനുള്ളത്, നേർക്ക് നേരെ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് അതേ നമുക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ സാധിക്കും. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് പണ്ഡിതന്മാരെ കൊണ്ടുവരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതേ കൊണ്ടുവരാൻ അതേ നിങ്ങൾ തന്നെ ആയിരിക്കും അതിന്റെ ആളുകളും. ഏതായാലും നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചർച്ച ചെയ്യാൻ. ഇവിടെ നിങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ വിഷയമെടുത്തുകൊണ്ട് അനിസ്ലാമികമാണെന്ന് സമർപ്പിച്ചു. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിനെ ചിലപ്പോൾ റദ്ദ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ നേരിട്ട് സംസാരിക്കുമ്പോഴാണ് പൂർണ്ണമായി എല്ലാ ചുരുളുകളും അഴിയുന്നതെന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. സമയത്തിന് ഇനി 1 മിനിറ്റ് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇമാമികളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. ഖുർആനാ പറഞ്ഞത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതേ നേരത്തെ പറഞ്ഞു ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. മാത്രമല്ല റബീഉൽ അവ്വൽ 12ന്റെ ദിവസം മഹാന്മാരാകുന്ന സഹാബത്ത് അവര് പറയുകയാണ് തലഅൽ ബദ്റു അലൈനാ വജബ ശുക്റു അലൈനാ. അതേ ബദ്റാകുന്ന പൂർണ്ണചന്ദ്രനാകുന്ന റസൂലുള്ള നമ്മിലേക്ക് ഇന്ന് വെളിവായിരിക്കുകയാണ്, അല്ലെങ്കിൽ റസൂലുള്ള വെളിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. ആരാ ശുക്ർ ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞു ചോദിക്കണ്ട. മാത്രമല്ല അത് എപ്പോൾ ഓരോ ദീനിലേക്ക് വിളിക്കുന്ന പാങ്ക് വിളിക്കുന്ന കാലത്തോളം അത് നിർബന്ധമാണ്. ആ ശുക്രിന്റെ രൂപമാണ് നേരത്തെ നിങ്ങളുടെ ശൗക്കാനി തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 7 നന്മകൾ ശരി 10 മിനിറ്റായി. അല്ല ഇപ്പൊ മനസ്സിലായി, നബിയത്ത് തെളിവില്ല മനസ്സിലായില്ലേ? നല്ല ആവശ്യമുള്ളൂ. നിങ്ങളെ ഭയം അറിയാൻ പറ്റും. അത് ഉസാറാ. ഭയം പറയുന്നത് സംവാദങ്ങൾ പറ്റില്ല, അതും തെളിഞ്ഞു. ഭയം പറയുന്ന എല്ലാം ഉസാറ, പൈസ ഉണ്ടാക്കാനും പറ്റും. ഇനി നിർത്തിക്കാണ്, ഇനി ഉണ്ടല്ലേ നിങ്ങൾ 10 കഴിച്ചു മുസ്ലിം ഓരോ കിതാബിന് ഉദ്ധരിച്ചു. അല്ല ഓരോ കിതാബ് ഇപ്പൊ അൽഹംദുലില്ലാഹ് ബോധ്യപ്പെട്ടു. ഹിജ്റ 400 വരെയുള്ള ഒരു പണ്ഡിതനും നബിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ് നമ്മൾ 10 പോയിട്ടില്ല. ആയിക്കോട്ടെ 15 ഇതല്ലേ പറയുള്ളൂ. നിങ്ങൾക്ക് ആകെ പറഞ്ഞ സുയുക്തി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ 10 വേണ്ട ആവശ്യം നിർത്തിക്കാളി. നിങ്ങൾ ഇതിന് വേണ്ടി സമയം വേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അൽഹംദുലില്ലാഹ് ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഒരു ആയത്തിലോ ഒരു ഹദീസിലോ നബിയുടെ ചെയ്തിയിലോ സ്വഹാബത്തിന്റെ ചെയ്തിയിലോ താബിഈങ്ങളുടെ ചെയ്തിയിലോ തബഉ താബിഈങ്ങളുടെ ചെയ്തിയിലോ ഇങ്ങനെ ഒന്നില്ല. എന്തിനായി അവിടെ നോട്ടെ പ്രതീക്ഷ നമുക്ക് അവിടെ നോട്ടെ നന്നാവും. നന്നായാൽ നമുക്ക് മെച്ച വയതാറാൻ പറ്റും. ആ അവിടെ നോട്ടെ മുപ്പിന്ന് കേൾക്കട്ടെ അവിടെ കേൾക്കട്ടെ. ഒരു കസ കൊടുക്കി അവിടെ ഒരു ചായ കൊടുക്കി മുപ്പ് ഇരിക്കട്ടെ. ആലിമ്യങ്ങളെ ബഹുമാനിക്കും അവിടെ ഇരിക്കട്ടെ. ആ ശരി. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മൾ അത്ര പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഇമാം ഷാഫി 100 കിതാബ് എഴുതിയ ആളാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് 7 അത്ര കിതാബ് എഴുതിയ ആളാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അതേപോലെ കിതാബ് എഴുതിയ ആളാണ്. അവരാരും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ബോധ്യപ്പെടുന്നു, അവർക്കൊന്നും പരിചയമില്ല. പിന്നെ ആകളെന്താ
ബാക്കി ഇരുന്നോളി, എന്തിനാ അവിടെ ഇരുന്നോളി. ആദം അവിടെ ഇരുന്നോളി. എന്താ നമ്മൾ പോയി ജനലിരിക്കി മുസ്ലിം അവിടെ ജനലിരിക്കി ഇങ്ങോട്ട് ഇരിക്കി. നിങ്ങളെ പ്രതീക്ഷ ഇരിക്കി. നന്നായി കിട്ടി, നമുക്ക് വളരെ ആളായില്ലേ. ഇരിക്കി അവിടെ ഇരിക്കി, മൈക്കല്ല ഇരിക്കി, 10 വന്നില്ല എനിക്ക്. അപ്പൊ ഏതായിരുന്നാലും വിശുദ്ധ ഖുർആന് കൊണ്ടോ പ്രവാചകന്റെ വചനങ്ങൾ കൊണ്ടോ സ്വഹാബത്തിന്റെ ചെയ്തി കൊണ്ടോ താബിഈങ്ങളുടെ ചെയ്തി കൊണ്ടോ തബഉത്താബികളുടെ ചെയ്തി കൊണ്ടോ ഷാഫി ഇമാമിന്റെ അധ്യാപനം കൊണ്ടോ ഇമാം മാലിക്കിന്റെ അധ്യാപനം കൊണ്ടോ ഇമാം അഹ്മദിന്റെ അധ്യാപനം കൊണ്ടോ ഇമാം അബൂ ഹനീഫ അധ്യാപനം കൊണ്ടോ ബുഖാരിയുടെ മുസ്ലിമിന്റെ അബൂദാവൂദ് തുർമുദി നസായിയുടെ ഇബ്നു മാജയുടെ മുഹയ്യിദ്ദീൻ ശൈഖ് റിഫായി ശൈഖിന്റെ പോലും കിതാബുകൾ കൊണ്ട് ഈ ആചാരം തെളിയിക്കാൻ സാധ്യമല്ല. പിന്നുള്ളത് എന്താ? അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഹിജ്റ 600 ശേഷം വ്യാപകമായി ചില പണ്ഡിതന്മാർ അനുകൂലിച്ചു, ചില പണ്ഡിതന്മാർ പ്രതികൂലിച്ചു. നേരത്തെ പറഞ്ഞില്ലേ, അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരേ രൂപത്തിൽ അംഗീകരിക്കുന്നു. ഇത് പിൽക്കാലത്ത് വന്നതാണ്. അതുകൊണ്ട് മതത്തിൽ അങ്ങനെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് അനുവാദമില്ല. പിന്നെ മൂപ്പരോട് ചെറിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അത് പറയാൻ പറ്റൂല. ചെറിയ തട്ടിപ്പ്, അതായത് ഫാക്കിഹാനി റഹിമഹുള്ള മൗലിദ് എതിർത്തെന്ന് പറഞ്ഞപ്പോ അത് ഈ കാണുന്ന മൗലിദൊന്നല്ല, ആണും പെണ്ണും കൂടിക്കലന്നൊക്കെ പലതുണ്ടായപ്പോ അതിനെ പറ്റിയാണ് അല്ല. അത് അദ്ദേഹം അവസാനം വേറെ പറയുന്നുണ്ട്. അത് വേറെ പറയുന്നുണ്ട്. ആദ്യം ഫാക്കിഹാനി അദ്ദേഹത്തിന്റെ കിതാബ് അൽ മൗലിദു ഫിൽ കലാമി അലാ അമദിൽ മൗലിദ്, അതാണ് ഫാക്കിഹാനി കിതാബ്. അബൂ അംറുൽ ഫാക്കിഹാനി എന്ന പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ് അൽ മൗലിദു ഫിൽ കലാമി അലാ അമദിൽ മൗലിദ്. അത് അദ്ദേഹം പറയാണ്, ഇന്ന അസ്ല അമദിൽ മൗലിദ് ഇൻദി ബിദ്അ. തുടക്കം അങ്ങനെയാണ്. അമലുൽ മൗലിദ്, മൗലിദ് എന്ന ഈ അമല് അതിന്റെ അടിസ്ഥാനം തന്നെ ഇൻദി, എന്റെ അഭിപ്രായ പ്രകാരം ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. ലം യുൻകൽ ദാലിക അൻ അഹദിൻ മിനസ് സലഫി മിൻ ഖുറൂനി സലാസ. ആദ്യ 3 നൂറ്റാണ്ടിലെ മുൻഗാമികളായ ഒരാളിൽ നിന്നും അങ്ങനെ അമൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം കിതാബ് തുടങ്ങുകയാണ്, ഇത് ബിദ്അത്താണ്, ആദ്യ 3 നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടില്ല. ആ ധൈര്യം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് ഹിജ്റ 400 എല്ലാ കിതാബ് ഓതി പഠിച്ചിട്ടല്ല നിൽക്കുന്നത്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹിജ്റ 300 ആരും ഉദ്ധരിച്ചിട്ടില്ല. ബൽ ഹിയ ബിദ്അത്താണ് അഹ്ദസഹൽ ബത്താലൂന, ചില ബോസന്മാരാ ഉണ്ടാക്കിയത്. വഅ്തനാ ബിഹൽ അക്കാലൂൻ, ചില ശാപ്പാട്ട് വീരന്മാര് അത് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വശഹവത്തു നഫ്സിൻ, ചില ദേഹേച്ഛക്കാരും ചില തീറ്റക്കുതിയന്മാരും ചില ദേഹേച്ഛക്കാരും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നുമുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ഇത് ഇസ്ലാമികമായ നിയമങ്ങൾ 5 വെച്ച് നമുക്ക് പരിശോധിക്കാം. ഒന്നുകിൽ വാജിബാകണം, അല്ലെങ്കിൽ സുന്നത്താകണം, അല്ലെങ്കിൽ ഹലാലാകണം, അല്ലെങ്കിൽ കറാഹത്താകണം, അല്ലെങ്കിൽ ഹറാമാകണം. ഇതല്ലേ ഇസ്ലാമിലുള്ളൂ. ഇത് വാജിബല്ല എന്ന് ഉറപ്പാ, ഫാക്കിഹനി പറയാം. സുന്നത്തുമല്ല എന്ന് ഉറപ്പാ. പിന്നെ ജായിസ് ഏതായാലും ആകൂല, കാരണം എന്താ, ദീനിൽ പുതുതായി ഉണ്ടാക്കൽ ജായിസ് അല്ലല്ലോ, അതുകൊണ്ട് അനുവദനീയവുമല്ല. ഇനി ബാക്കിയുള്ള ഹറാമോ കറാഹത്തോ മാത്രമാണ്, അതാവാനേ നിർവാഹമുള്ളൂ എന്ന് അദ്ദേഹം പറയാ. വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു. നാളെ റബ്ബിന്റെ കോടതിയിൽ പരലോകത്ത് വരുമ്പോ അവിടുന്ന് അള്ളാഹുവിനോട് ചോദിക്കാം, അല്ല ഫാക്കിഹാനി, എന്താണ് മൗലിദിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായമെന്ന് നാളെ പരലോകത്ത് അള്ളാഹു ചോദിച്ചാൽ അവിടെയും ഞാൻ ഈ മറുപടിയാണ് പറയുക. നാളെ പരലോകത്ത് റബ്ബെന്നെ കൊണ്ടെന്ന് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം മൗലിദിനെ പറ്റി എന്ന് മഹ്ശറിൽ ചോദിച്ചാൽ അവിടെ വരെ വഹാദാ ജവാബി ബൈന യദൈല്ലാഹ്, അള്ളാഹിന്റെ മുന്നിലും ഈ മറുപടിയാണ് ഞാൻ പറയുക. ഇൻ അൻഹു സുഇൽതു, അതേക്കുറിച്ച് ചോദിക്കപ്പെട്ടാൽ എന്നാണ് ഫാക്കിഹാനി പറഞ്ഞത്. ഇബ്നു ഹാജുൽ മാലിക്കി മൗലിദിനെ കുറെ നന്മകൾ എടുത്തു പറഞ്ഞ് അത് അംഗീകരിച്ചാളാ. അതേ ഇബ്നു ഹാജ് പറഞ്ഞത് എന്താ, ഇത് ബിദ്അത്താണ് ബിനഫ്സി നിയ്യതിഹി ഫഖത്ത്. മൗലിദ് എന്നൊരു നിയ്യത്ത് കൊണ്ട് തന്നെ അത് ബിദ്അത്താണ്. ആണും പെണ്ണും കൂടിയതല്ല, അത് വേറെ. അത് നോളജിസിറ്റി വരുന്ന മുമ്പേ ഹറാമില്ലല്ലോ. ആണും പെണ്ണും കൂടുമ്പോഴല്ല പ്രശ്നം. നേരെ മറിച്ച് ബൽ ഹിയ ബിദ്അ ബിനഫ്സി നിയ്യതിഹി ഫഖത്ത്, മൗലിദ് എന്ന നിയ്യത്ത് കൊണ്ട് തന്നെ അത് ബിദ്അത്താണ്. എന്തേ കാരണം, സഹാബിമാരോ ശേഷക്കാരോ അങ്ങനെ നിയ്യത്ത് പുതുതായി കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ അതിനാണ് ഗണ്ണിച്ചപ്പോൾ പറഞ്ഞത് മൗലിദ് എതിർത്തിട്ടില്ല, ആ നിയ്യത്തിനാണ് എതിർത്തത് എന്ന് പറഞ്ഞ് ഒപ്പിക്കാൻ ചിലരൊക്കെ പിന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മൾ മുസ്ലിയാർക്ക് 10 മിനിറ്റ് കൊടുത്ത് നമുക്ക് ലാഭമാണ്. എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഞാൻ ആയത്തോ ഈ സ്വാദാനില്ല, അങ്ങനത്തെ തെളിവുമില്ല, ആദ്യകാലക്കാരും പറഞ്ഞിട്ടില്ല. പിന്നെ അവസാനം പോകാൻ നേരത്ത് പറഞ്ഞെന്താ, റബീൽ അവർ 12-ന് സ്വഹാബികൾ പാട്ട് പാടിയില്ല. എപ്പോഴാണ് പാടിയത്? നബി ഞങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ. നബി 10-ന് പോയി നോക്കി നബി വരുന്നുണ്ടോന്ന്. കുറേ നേരം കാത്തുക്കും, നബി എത്തുന്നില്ല. അപ്പം തിരിച്ചു പോകും. 11-ന് വീണ്ടും വരും നബി, കാരണം ഇജറ പുറപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് അറിയാം. അപ്പം എന്നും രാവിലെ വരും. അങ്ങനെ നബി എങ്ങനെ കാത്തിരിക്കും, വെയിൽ ചൂടാകുമ്പോൾ തിരിച്ചു പോകും. 12-ന് നബി ഞങ്ങൾ വന്നു. യാദൃശ്യമായിട്ട് നബി അന്നാണ് എത്തിയത്. ചിലപ്പോൾ പാട്ട് പാടി, അതിനെ സ്വഹിയല്ല, അത് വേറെ കാര്യം, അത് ദുർബലമായ റിപ്പോർട്ടാണ്. നിണ്ടത് വെക്കുക, അതിലെന്തേ ഉള്ളൂ. അന്ന് പാട്ട് പാടി എന്ന് പറഞ്ഞ് പാട്ടുപാടി. എല്ലാ റബീലും 12 പാടിയോ? പിന്നത്തെ റബീൽ 12 സുബൈക്ക് പള്ളിക്ക് വട്ടിട്ട് ഒരു ചൊല്ലിയോ തലൽ ബദറു ഇല്ലല്ലോ. അതാണ് വിഷയം. ഇപ്പൊ നബി ഇന്നിട്ട് വരികയാണെങ്കിൽ നമുക്ക് പാട്ടാടി സ്വീകരിക്കാം, ആർക്കാ സംശയം? നബി പണ്ട് കടന്നു വരികയാണെങ്കിൽ നമ്മളാരും ഇവിടെ ഉണ്ടാക്കുന്നില്ല. നമ്മൾ പാട്ട് പാടിയിട്ട് നബിനെ സ്വീകരിക്കാം, മാലിട്ട് സ്വീകരിക്കാം,
നബിക്ക് വെള്ളം കൊടുക്കുക, കസായിട്ട് ഇരിക്കാൻ കൊടുക്കുക, അതൊക്കെ ചെയ്യാം. അതിലെ സ്വഹാബികൾ ചെയ്ത് ഒരു പാട്ട് പാട് മാത്രമല്ല, ഓരോ നബിനെ കൊണ്ടുപോയി പരി കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു, കിടക്കാൻ സ്ഥലം കൊടുത്തു, പള്ളി ഉണ്ടാക്കാൻ സൗകര്യം കൊടുത്തു, അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് റബീ 12 പാട്ട് കഴിയിട്ട് പെരിയിൽ പോയി ചോറ് തിന്നിട്ട് കിടന്നുറങ്ങിയത് എല്ലാവരും. പിന്നുള്ളത് നിഅമത്തിന് ശുക്ർ ചെയ്യണമെന്ന് അത് മുപ്പതിനെ പറഞ്ഞു, ആർക്കും തർക്കമില്ല, ശരിയാണ്, തർക്കമില്ല. ഈ ആയത്ത് അല്ല ഇറക്കിയിലായിരിക്കാം, അള്ളാഹുവിന്റെ റസൂലിന്റെ വായിന്ന് ഈ ആയത്ത് ആരും കേട്ടതാരാ? സ്വഹാബിയാണ്. ആ സ്വഹാബിയാള് നബി ഞങ്ങൾ ജനിച്ച ദിവസം പ്രത്യേകമായും ചെയ്തോ? ഇല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഈ ആയത്ത് ഓല് മനസ്സിലാക്കിയത് ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞ പോലെ അല്ല. താബിഈങ്ങൾക്കാണ് പിന്നെ ആയത്ത് മനസ്സിലായത്. അവരാരെങ്കിലും നബിയുടെ കാലശേഷം 100 കൊല്ലത്തോളം സഹാബിമാർ ജീവിച്ചു, ഏതാണ് അത്ര തന്നെ താബിഈങ്ങളും ജീവിച്ചു. ആ താബിഈങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ആയത്ത് ഖുർആനിലുണ്ടല്ലോ ശുക്ർ കാണിക്കണം എന്ന് വേണ്ട അന്ന് വല്ലതും ആഘോഷിച്ചോ? ഇല്ല. നബി ഞങ്ങൾ നിഅമത്താണോ? ഒരു സംശയമില്ല. നിഅമത്തിന് ശുക്ർ കാണിക്കണമെന്ന ആയത്താണ് ആഘോഷിക്കാൻ തെളിവെങ്കിൽ ഒരാൾക്ക് കുട്ടി ഉണ്ടായി, നിഅമത്താണല്ലോ, അപ്പോൾ ആ കുട്ടിയുടെ ജന്മദിനം എല്ലാ കൊല്ലം ആഘോഷിക്കാൻ പറ്റുമോ? മഴ പെയ്തു, നിഅമത്താണല്ലോ, അത് ആഘോഷിക്കാൻ പറ്റുമോ? ഒരാൾക്ക് ഒരു ജോലി കിട്ടി, നിഅമത്താണല്ലോ, എന്നാൽ എല്ലാ കൊല്ലം ജോലി കിട്ടി അന്ന് ഒരു ആനിവേഴ്സറി എടുത്തുക, എന്താ ഈ പറയണത്? അപ്പോൾ അള്ളാഹിന്റെ ദീനിൽ ഇങ്ങനെ അവനാനുമായി യുക്തി വെച്ച് ഒപ്പിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. ദീനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അള്ളാഹു തആല പഠിപ്പിച്ചവന്റെ റസൂലിലൂടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനില നിങ്ങൾക്കിന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ആ പൂർത്തിയാക്കിയ മതത്തിൽ ഇല്ലാത്ത ഒന്ന് പിന്നെ ദീനല്ല. ഫമാ ലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന, അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുക ഇല്ല എന്ന് പറഞ്ഞ ഇമാം മാലിക് റഹിമഹുള്ളാഹയാണ്. അതുകൊണ്ട് അതിൽ ദീനല്ലാത്ത ഒന്ന് ആര് കൊണ്ടുവന്നാലും, ഇനി ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും, എത്ര വലിയ പണ്ഡിതന്മാർ അത് അംഗീകരിച്ചാലും ശരി, അത് സുന്നത്താവൂല. ഒരു ആലിമി സുന്നത്താന്ന് പറഞ്ഞു, അവിടെ സുന്നത്താകുമോ? ഇവിടെ പോലെ എഴുതി വെച്ചു ഇത് 3ാമത്തെ ഈദാണ്, അതുകൊണ്ട് ഈദാകുമോ? പറഞ്ഞവർക്ക് പോയി എന്നല്ല, എന്താ ദീനൊരു അസ്ലുണ്ട്. ആ അസ്ലു പ്രകാരം മതത്തിൽ ഒരു പുതിയ സംഗതി കൂട്ടിച്ചേർക്കാൻ അനുവാദമില്ല. ഇനി അത് നല്ല ബിദ്അത്താണ്, കൂലി കിട്ടും എന്ന് പറഞ്ഞവർ പോലും പറഞ്ഞത് മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഖുർആൻ ഓതുക, ഹദീസ് പറയുക, ഭക്ഷണം കഴിച്ച് പിരിയുക, വേറൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ എന്ന കണ്ടീഷനിൽ അവർ പറഞ്ഞത് നല്ല ബിദ്അത്താണ്, കൂലി കിട്ടുന്നതാണ്. എന്നിട്ട് പോലും സുന്നത്ത് നിന്നിട്ടില്ല, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാത്തവരെ പേര് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. ഹിജ്റ 400 വരെയുള്ള ഒരാളും നബിദിനം ആഘോഷം ഏർപ്പാട് പരിചയപ്പെട്ടിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു അഅലം.